എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്റോറി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറിയ നിരവധി ഇന്ത്യക്കാരെ അമേരിക്കൻ ഗവൺമെൻറ് ഒരു മിലിറ്ററി വിമാനത്തിൽ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ച ഒരു വാർത്ത. അത് വിവാദമാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് വിലങ്ങണിയിച്ചാണ്. അവർക്ക് ബാത്റൂമിൽ പോകാൻ പോലും വളരെ പ്രയാസമുണ്ടായി. ഇത്തരം വാർത്തകൾ വന്നതിനെ തുടർന്നാണ് അതൊരു വിവാദമായതും വലിയ ചർച്ചയിലേക്ക് നയിച്ചതും. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ഇവരൊക്കെ അമേരിക്കയിലേക്ക് ഇല്ലീഗലായിട്ട് എത്തുന്നത്, അവരുടെ റൂട്ട് ഏതാണ്, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അമേരിക്കയിലേക്ക് ഇല്ലീഗലായിട്ട് കടക്കാൻ ശ്രമിക്കുന്നവർ പല രാജ്യങ്ങൾ വഴിയാണ് ഈ അമേരിക്കൻ ബോർഡറിലേക്ക് എത്തുന്നത്. പ്രധാനമായിട്ട് അമേരിക്ക കാനഡ ബോർഡർ, അതുപോലെ തന്നെ അമേരിക്ക മെക്സിക്കൻ ബോർഡർ. ഈ ഇല്ലീഗലായിട്ടുള്ള കുടിയേറ്റ ശ്രമം എന്ന് പറയുന്നത് അത് വളരെ ക്ലേശകരമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഒരുപാട് രാജ്യങ്ങൾ താണ്ടി, ഒരുപാട് ഭൂപ്രദേശങ്ങൾ താണ്ടിയൊക്കെയാണ് ഇവർ ഈ അമേരിക്കയുടെ ബോർഡർ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ അമേരിക്കയിൽ എത്താനായി ഈ അടുത്ത കാലത്ത് ഒരുപാട് ആളുകൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തെ ഏറ്റവും അപകടകരമായ ഒരു റൂട്ട്, അത് ഈ അടുത്ത കാലത്ത് ഏറെ മീഡിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നു. ആ റൂട്ടാണ് ഡാരിയൻ ഗ്യാപ്പ് റൂട്ട്. ഡാരിയൻ ഗ്യാപ്പ് എന്ന ഡോങ്കി റൂട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയെയും ബന്ധിപ്പിക്കുന്ന ഒരു കരമാർഗമാണ് ഡാരിയൻ ഗ്യാപ്പ്. ഏക കരമാർഗം എന്നും പറയാം. വടക്കേ അമേരിക്കയിലെ അലാസ്കയിൽ തുടങ്ങി തെക്കേ അമേരിക്കയിലെ അർജൻറ്റീനയിൽ എത്തി നിൽക്കുന്ന ഒരു പാൻ അമേരിക്കൻ ഹൈവേ. 3000 കിലോമീറ്ററിലധികം ദൂരമുള്ള ഈ ഹൈവേ യഥാർത്ഥത്തിൽ ഈ രണ്ട് വൻകരകളെയും ബന്ധിപ്പിക്കുന്നുണ്ട്. 3000 കിലോമീറ്ററിലധികം വരുന്ന ഈ പാൻ അമേരിക്കൻ ഹൈവേക്ക് ഒറ്റ സ്ഥലത്ത് മാത്രമാണ് തുടർച്ച നഷ്ടപ്പെടുന്നത്. അത് ഈ ഡാരിയൻ ഗ്യാപ്പാണ്. 97 കിലോമീറ്ററാണ് ഡാരിയൻ ഗ്യാപ്പിൻ്റെ നീളമെന്ന് പറയുന്നത്. ഈ 97 കിലോമീറ്ററും കൊടും കാടാണ്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നായിട്ടാണ് ഈ പ്രദേശം കണക്കാക്കപ്പെടുന്നത്. 97 കിലോമീറ്റർ നീളമുള്ള ഈ ഡാരിയൻ ഗ്യാപ്പ് കൊളംബിയ, പനാമ ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിലായിട്ടാണ് കിടക്കുന്നത്. ഈ ഡാരിയൻ ഗ്യാപ്പിൻ്റെ തെക്ക് ഭാഗം കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തും അതുപോലെ തന്നെ വടക്ക് ഭാഗം അവസാനിക്കുന്നത് പനാമ എന്ന് പറയുന്ന രാജ്യത്തുമാണ്. പനാമയിൽ നിന്നാണ് പിന്നീട് വടക്കോട്ട് നീങ്ങി ആളുകൾ അമേരിക്ക മെക്സിക്കൻ ബോർഡറിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ഒരു ഭൂപ്രദേശമായ ഈ ഡാരിയൻ ഗ്യാപ്പിലൂടെ അമേരിക്കയിലേക്ക് കടക്കാനായി, അല്ലെങ്കിൽ അമേരിക്കൻ ബോർഡറിലേക്ക് എത്താനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. 2019 വെറും 24,000 പേരാണ് ഈ വഴിയിലൂടെ പോയതെങ്കിൽ 2023 അത് 5,20,000 എന്നൊരു കണക്കിലേക്ക് എത്തുന്നുണ്ട്. ഇത്രയും ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അമേരിക്കൻ അതിർത്തിയിലേക്ക്, അതായത് USA അതിർത്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ വഴി തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങേയറ്റം അപകടകരമായ ഒരു യാത്രയാണ് ഡാരിയൻ ഗ്യാപ്പിലൂടെ ഉള്ളത്. അതിലൂടെ പ്രോപ്പറായിട്ടുള്ളൊരു വഴിയില്ല. അവിടെ ചില ആദിവാസി വിഭാഗങ്ങൾ ഒഴികെ ആൾതാമസമില്ല. നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളുമില്ല. ഈ 97 കിലോമീറ്ററോളം ദൂരം അത് 4 മുതൽ 10 ദിവസം വരെ എടുത്തുകൊണ്ടാണ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആളുകൾ കവർ ചെയ്യുന്നത്. ഈ ഡാരിയൻ ഗ്യാപ്പ് കൊടും കാടാണ്. അവിടെ ആളുകൾക്ക് ചതുപ്പ് പ്രദേശങ്ങൾ, വലിയ ദുഷ്കരമായ മലമ്പ്രദേശങ്ങൾ ഇതൊക്കെ മറികടക്കണം. കൂടാതെ ഒരുപാട് നദികളും കവർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതോടൊപ്പം അപകടകാരികളായ ഒരുപാട് വന്യജീവികളും. കൂടാതെ ഈ 100ഓളം കിലോമീറ്റർ മുഴുവൻ നിയന്ത്രിക്കുന്ന ലഹരി മാഫിയ. അവർ ഏതു സമയത്തും നിങ്ങളെ കൊള്ളയടിക്കാം, അതുപോലെ തന്നെ ഏത് സമയത്തും ആക്രമിക്കാം. റേപ്പ് ഉൾപ്പെടെയുള്ള അതിഹീനമായ ക്രൂരകൃത്യങ്ങളും അവർ ചെയ്യാൻ മടിച്ചിട്ടില്ല. ഈ ഡാരിയൻ ഗ്യാപ്പിൻ്റെ കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തെ ഡാരിയൻ ഗ്യാപ്പിൻ്റെ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ അത് കൂടുതലായിട്ടും ചതുപ്പാണ്. അതുപോലെ തന്നെ പനാമ ഭാഗം നോക്കുകയാണെങ്കിൽ അത് മഴക്കാടുകളാണ് അവിടെ കൂടുതൽ. ഈ ഗ്യാപ്പിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കൊളംബിയയുടെ ചോക്കോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും തുടങ്ങി പനാമയുടെ സൗത്ത് ഡാരിയൻ പ്രോവിൻസ് അവിടേക്കാണ് എത്തുന്നത്. ഏകദേശം 2010 കൂടിയിട്ടാണ് ഈ ഗ്യാപ്പിലൂടെയുള്ള അനധികൃതമായ ആളുകളുടെ കുടിയേറ്റം, അമേരിക്ക ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു കുടിയേറ്റം നടക്കുന്നത്. പ്രധാനമായും 2009-2010 സമയത്ത് ഹെയ്ത്തി എന്ന് പറയുന്ന രാജ്യത്ത്, അതായത് ഒരു തെക്കേ അമേരിക്കൻ രാജ്യമായ ഹെയ്ത്തി, അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം ഒരുപാട് ആളുകൾ വടക്കൻ അമേരിക്ക ലക്ഷ്യമാക്കിയിട്ട്
കുടിയേറ്റം നടത്തുകയുണ്ടായി. അങ്ങനെയാണ് ഈ ഒരു ഡാരിയൻ ഗ്യാപ്പിലൂടെയുള്ള ആളുകളുടെ അനധികൃതമായ കുടിയേറ്റം വ്യാപകമായിട്ട് ആരംഭിക്കുന്നത്. നിലവിൽ ഹെയ്റ്റി കൂടാതെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഗ്യാപ്പിലൂടെ കടന്നു പോകുന്നത്, അനധികൃത കുടിയേറ്റക്കാരായി കടന്നു പോകുന്നത്, അവർ ഭൂരിഭാഗവും വെനിസ്വേലയിൽ നിന്നുള്ള ആളുകളാണ്. അതുകൂടാതെയാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ആളുകൾ നോർത്ത് അമേരിക്ക ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ഗ്യാപ്പിലൂടെ കടക്കാൻ ശ്രമിക്കുന്നത്. ഡേരിയൻ ഗ്യാപ്പ് ഭരിക്കുന്നതും മനുഷ്യക്കടത്ത് നടത്തുന്നതും വലിയ ലോകത്തിലെ കുപ്രസിദ്ധമായ ഡ്രഗ് കാർട്ടലുകളാണ്, ലഹരി മാഫിയകളാണ്. ഏകദേശം 1000 അമേരിക്കൻ ഡോളർ അത്രയും പൈസ വാങ്ങിയിട്ടാണ് ഈ ലഹരി മാഫിയ ഓരോ വ്യക്തിയെയും ഡാരിയൻ ഗ്യാപ്പ് കടത്തുന്നത്. ഡേരിയൻ ഗ്യാപ്പിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറായി വരുന്ന ഒരു വ്യക്തി അങ്ങേ തലയ്ക്കൽ ഇത്രയും കിലോമീറ്ററുകൾ കടന്ന് അങ്ങേ തലയ്ക്കൽ എത്തുമെന്ന് ഒരു ഉറപ്പുമില്ല. ഒന്ന്, പ്രകൃതിപരമായിട്ടുള്ള ഒരുപാട് വെല്ലുവിളികൾ അയാൾക്ക് മുന്നിലുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് മുന്നിലുണ്ട്. അത് മഴവെള്ളപ്പാച്ചിലാവാം, അല്ലെങ്കിൽ വലിയ കുന്നുകയറുന്നതിൻ്റെ പ്രശ്നങ്ങളാവാം. അതിൽ അപകടം പതിയിരിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ വളരെ വയലൻ്റായിട്ടുള്ള മനുഷ്യനിർമ്മിതമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ആളുകളെ കിഡ്നാപ്പ് ചെയ്യുക, റേപ്പ് ചെയ്യുക, ഇത്തരത്തിലുള്ള ഭീകരമായ ഒരുപാട് കേസുകൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പനാമ പ്രസിഡന്റ് പറഞ്ഞത് 2024 ഈ പാതയിലൂടെ സഞ്ചരിച്ചവരിൽ 55 പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതുപോലെ തന്നെ 180 കുട്ടികൾ അനാഥരാക്കപ്പെട്ടു. ഒന്നുകിൽ അവരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ അവർ കൂട്ടം തെറ്റിക്കൊണ്ട് അനാഥരായി. ഇതോടൊപ്പം ഈ പ്രദേശത്തു കൂടെയുള്ള യാത്രയെ ഹ്യൂമാനിറ്റേറിയൻ ഡിസാസ്റ്റർ എന്ന് വിളിക്കാൻ പാകത്തിലുള്ള അതിഭീകരമായ റേപ്പ് കേസുകളുടെ വാർത്തകളും വരുന്നുണ്ട്. 2023 മാത്രം 397 റേപ്പ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇത് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയുടെ കണക്കാണ്. അവർ പറയുന്നത് 397 പേർ അത് റിപ്പോർട്ടഡ് കേസാണ്, റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ കിഡ്നാപ്പിംഗ് അല്ലെങ്കിൽ റേപ്പ് ചെയ്യുന്നതിനുള്ള പ്രത്യേക ടെൻറ്റുകൾ തന്നെ കിട്ടിയിട്ടാണ് കൊള്ളസംഘം അതിഭീകരമായ ആക്രമണം അഴിച്ചുവിടുന്നത് എന്നാണ്. ഈ ഡേരിയൻ ഗ്യാപ്പിലെ റേപ്പ് കേസുകൾ അത് കൂടുതലും നടക്കുന്നത് പനാമൻ ഭാഗത്തെ ഡേരിയൻ ഗ്യാപ്പിൻ്റെ ഭാഗങ്ങളിലുള്ള ഫോറസ്റ്റുകളിൽ വെച്ചിട്ടാണ്. മറിച്ച് കൊളംബിയൻ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ കൊളംബിയൻ ഡേരിയൻ ഗ്യാപ്പ് പ്രദേശം ഭരിക്കുന്നത് ഗൾഫ് ക്ലാൻ എന്ന് പറയുന്ന ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഡ്രഗ് മാഫിയയാണ്. അവർ തങ്ങളുടെ ഹ്യൂമൻ ട്രാഫിക്, അതിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കുന്ന ലാഭത്തെ ഈ റേപ്പ് കേസുകൾ പോലുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാധിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റേപ്പിസ്റ്റുകളെ ഉടൻ തന്നെ കൊല്ലുന്ന നിലയിലുള്ള ചില ആക്ഷൻസ് അവർ നടത്തിയതിനാൽ തന്നെ ഈ ഭാഗത്ത് റേപ്പ് കേസുകൾ കുറവാണ്. എന്നാൽ പനാമ ഭാഗത്ത് ഇത്തരം റേപ്പ് കേസുകൾ അതിഭീകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത്രയധികം മനുഷ്യജീവന് തന്നെ വെല്ലുവിളികൾ ഉയർത്തുന്ന ഒരു ഭൂപ്രദേശം, ഒരു സ്ഥലം, അതിലൂടെയുള്ള ഈ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള യാത്ര, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കഷ്ടപ്പാട് അനുഭവിച്ചുള്ള യാത്ര, അത് കഴിഞ്ഞാലും ഒരു ബെറ്റർ ലൈഫിൻ്റെ സാധ്യതകൾ തുറന്നു വരുന്നില്ല. കാരണം പനാമയിലെത്തുന്നതോടെ അവിടെ ചെക്ക് പോസ്റ്റിൽ വെച്ച് ഇവർ തടയപ്പെടുകയും അതിൽ പലരെയും വീണ്ടും ഡിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ചിലർക്ക് മാത്രമാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അവർക്കും അമേരിക്കയിലേക്ക് കടക്കുക എന്നുള്ളത് വീണ്ടും എത്രയോ ദിവസങ്ങളുടെ അല്ലെങ്കിൽ മാസങ്ങളുടെ യാത്രയാണ്, അതും ഉറപ്പില്ലാത്ത യാത്ര. എന്തായാലും മനുഷ്യക്കടത്തിൻ്റെ ക്രൂരതയും ദാരുണാവസ്ഥയും എത്രത്തോളം ഭീകരമാണ് എന്ന് വെളിവാകുന്ന വലിയൊരു സിമ്പലായിട്ടിന്ന് ഡാരിയൻ ഗ്യാപ്പ് മാറിക്കഴിഞ്ഞു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.